ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ്. പ്രഗൽഭനായ സ്വഹാബി മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഉല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്. ഇസ്ലാമിക ആദർശത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പ്രസ്താവന അങ്ങ് നടത്തിയാൽ മറ്റാരോടും അത് സംബന്ധമായി വിശദീകരണം തേടേണ്ടതില്ലാത്ത വിധം. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് ഫസ്തഖിം. നീ ഈമാനുള്ളവനാകുക, പിന്നീട് അതിൽ നീ ഇസ്തിഖാമത്ത് ഉള്ളവനാകുക. ഈമാൻ, ഇസ്തിഖാമ, വിശുദ്ധ ഇസ്ലാമിന്റെ സകല വിശേഷണങ്ങളെയും ഉൾക്കൊള്ളുന്ന രണ്ട് വാക്കുകളാണ് അവ. വിശ്വാസം, ആദർശം, കർമ്മം, സംസ്കാരം. അങ്ങനെ ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ സകല സമസ്യകളുടെയും സംഗമ കേന്ദ്രമാണ് ഈ വാക്കുകൾ. മദാറുൽ ഇസ്ലാം എന്നാണ് മേൽ ഹദീസ് പരിചയപ്പെടുത്തപ്പെടുന്നത്. വിശദമായ ഒരു പ്രസ്താവനയായിരിക്കും ചോദ്യകർത്താവ് പ്രതീക്ഷിച്ചത്. പക്ഷേ നൽകിയതോ രണ്ടേ രണ്ട് വാക്കുകൾ. ദീർഘകാല ചികിത്സ വേണ്ടിവരുമെന്ന് പ്രതീക്ഷിച്ച രോഗിക്ക് മുന്നിൽ അതിനിപുണനായ വൈദ്യൻ സമർപ്പിച്ച ഒറ്റമൂലി പോലെ. ഇസ്തിഖാമത്ത്, ഈമാൻ കഴിഞ്ഞാൽ പരമപ്രാധാന്യമുള്ള അവസ്ഥയാണത്. ജീവിതത്തിലുടനീളം അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണ നിലനിർത്തുക എന്നതാണ് ഇസ്തിഖാമത്തിന്റെ പൊതുസാരം. നന്മയിലേക്ക് മാർഗദർശനം ലഭിച്ചതിന് ശേഷം പിന്നീട് ആ പാത കൈവെടിയൽ അല്ലാഹുവിനോടുള്ള കടുത്ത നന്ദികേടാണ്. സൂറത്ത് ഹൂദിലെ നബിയെ അങ്ങ് ഇസ്തിഖാമത്തുള്ളവരാകുക എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സൃഷ്ടിച്ച ഭയവും ഗൗരവവും നാം അറിയണം. സൂറത്തുൽ ഹൂദ് എന്നെ നരബാധിതനാക്കിയെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വചനം പോലെ എനിക്ക് പ്രയാസകരവും ഭാരമേറിയതുമായ മറ്റൊരു വചനം വിശുദ്ധ ഖുർആനിൽ അവതരിക്കപ്പെട്ടിട്ടില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും ഹദീസിൽ വന്നിട്ടുണ്ട്. വളരെ ഗൗരവത്തോടെ നാം ശ്രദ്ധ പുലർത്തേണ്ട വിഷയമാണ് സന്മാർഗ സ്ഥിരത. മനുഷ്യ ചുറ്റുപാടുകൾക്ക് സ്ഥിരമായൊരു ഭാവമില്ല എന്നതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സും. അത്ഭുതകരമായ പ്രതിഭാസമാണ് നമ്മുടെ ഖൽബ് അഥവാ ഹൃദയം. പ്രക്ഷുബ്ധമായ സാഗരം പോലെ നമ്മുടെ മനസ്സ് മാറി മറിയും. ചിലപ്പോൾ കാറ്റിലകപ്പെട്ട കരിയിലകൾ പോലെ, മറ്റു ചിലപ്പോൾ മാതൃത്തടത്തിൽ ശയിക്കുന്ന ഇങ്ങനെ പോലെ. മനസ്സിന്റെ ഈ അത്ഭുതാവസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട് കീഴ്മേൽ മറിയൽ എന്നർത്ഥം വരുന്ന ഖൽബ് എന്ന പദം. നന്മയിൽ സഞ്ചരിക്കുവാൻ സൗഭാഗ്യം സിദ്ധിച്ച നാം അപ്രതീക്ഷിതമായി തിന്മയിലേക്ക് ചാഞ്ചാട്ടം സംഭവിക്കാതെ ജാഗ്രതയിലാവണം. വിശുദ്ധ റമളാനിൽ നാം നന്മയിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഇനി പാപങ്ങളിലേക്ക് കാലിടറി വീഴരുത്. വിശുദ്ധ റമളാനിലൂടെ നാം കത്തിച്ചുവയ്ക്കുന്ന നന്മയുടെ തിരിനാളം ജീവിതത്തിൽ ഒരിക്കലും അണയരുത്. ലഭ്യമായ പ്രകാശത്തെ ബാക്കി ദിനരാവുകളിലൂടെ കൂടുതൽ പ്രകാശപൂരിതമാക്കാം.